ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന 4,75,000 രൂപ എനിക്കൊരു ലോൺ ആപ്ലിക്കേഷനിലെത്തി ഇപ്പോൾ അപ്രൂവ് ആയതാണ്. അതും വെറും ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സെൽഫി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷനകത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് അപ്രൂവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കുന്നത്. എനിക്ക് ഫസ്റ്റ് 2 ലക്ഷം എന്ന് പറഞ്ഞ വലിയൊരു എമൗണ്ട് ലോൺ തന്നൊരു ആപ്ലിക്കേഷനാണിത്. അന്ന് അവർ 2 ലക്ഷം വരെ മാത്രമേ ലോൺ അപ്രൂവൽ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവർ കുറേ റൂൾസൊക്കെ മാറ്റി കുറേ NBFC വഴിയൊക്കെ നമുക്ക് 5 ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 NBFC വഴിയാണ് ഇപ്പോൾ അവർ കറൻ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് NBFC നോക്കാം. അതിനുശേഷം ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യാമെന്നും ആർക്കൊക്കെ ലോൺ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണുക. കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനുള്ളവർ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിരാമൽ ഫൈനാൻസ്, സൂര്യോദയ, UGRO, ആദിത്യ ബിർള, ഇങ്ങനെ 10 NBFC വഴിയാണ് ഇപ്പോൾ ഇവർ കറൻ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ലക്ഷം വരെയാണ് ലോൺ കൊടുക്കുന്നത്. നമുക്കൊരു 3-4 വർഷം വരെയുള്ള തിരിച്ചടവ് കാലാവധി ലഭിക്കുന്നുണ്ട്. എനിക്ക് 3 ഇയർ ടെന്യൂർ അങ്ങാണ്ടാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്കൊരു 1-3% ഒരു 1% തൊട്ട് 3% വരെയുള്ള രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് എത്ര കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. പ്രോസസ്സിംഗ് ഫീസ് നമുക്കൊരു 3% വരെ വരും. അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചായിരിക്കും വരുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും ഈ പറയുന്ന പ്രോസസ്സിംഗ് ഫീസ്, EMI കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 21 വയസ്സിന് മുകളിൽ പ്രായം വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സെൽഫി, ഈ 4 കാര്യങ്ങളും മതി നമുക്ക് ഇതിനകത്ത് ലോൺ എടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല സിബിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോൺ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സിബിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലോൺ അപ്രൂവ് ആവും. എന്തായാലും ട്രൈ നോക്കുന്നവർക്ക് ട്രൈ നോക്കുക. സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. സോ നമുക്ക് എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മൊബിക്വിക്ക് എന്നാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ നേരത്തെ പേ ലെറ്റർ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം രീതിയിലൊന്ന് ട്രൈ നോക്കുക. ആപ്ലിക്കേഷൻ ജെനുവിനാണ്. ഇതിനകത്ത് ഏതാണ് ലോൺ എന്ന സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺസ് എന്ന് പറഞ്ഞ് കാണാം. SIP EMI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരണം, അപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ താഴെ നമുക്ക് ഓൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ SIP EMI ലോൺസ് എന്ന് പറഞ്ഞ് കാണാം. അതാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. മറ്റേ SIP എന്ന് പറയുന്നത് പേ ലെറ്റർ ആണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട. പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ആ ഒരു SIP EMI ലോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കത് വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോയിൽ ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇവിടെ പേര്, അച്ഛൻ്റെ പേര്, അതുപോലെ തന്നെ അമ്മയുടെ പേര്, ഇമെയിൽ, ജെൻഡർ, നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, നിങ്ങളുടെ മന്ത്ലി സാലറി, അതേപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻസ് ടൈപ്പ്, ഏത് വീട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആനുവൽ ഇൻകം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസൊക്കെ വളരെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരും കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫൈങ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കും. അതിനുശേഷം നമ്മുടെ പാർട്ണർ കൺസെൻറ്റ് ആൻഡ് എഗ്രിമെൻറ്റ് കൊടുക്കാനാണ് പറയുന്നത്. അതായത് എനിക്കിവിടെ പൂനെവാലയുടെ എഗ്രിമെൻറ്റാണ് വന്നിരിക്കുന്നത്. ഞാനത് എല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഐ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അനലൈസിങ് യുവർ പേഴ്സണൽ പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. അതിനുശേഷം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിനകത്ത് സിമ്പിളാണ്. വേറെ PDF ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിയുമ്പോൾ ഒരു കൺസെൻറ്റ് കൊടുക്കാനായിട്ട് പറയും. ആ കൺസെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയാണ്. എത്ര ദിവസം തൊട്ട് ഇത്ര വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. എനിക്കൊരു 24 ജനുവരി 2025 തൊട്ട് 24 ജൂലൈ 2025 വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺസേൺ ചോദിക്കുന്നത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ എഗ്രി കൊടുത്തുകൊണ്ട് നമുക്കവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൺസേൺ കൊടുത്തു കഴിഞ്ഞാൽ അനലൈസിങ് ഒരു പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വരും. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും അപ്രൂവൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാനിവിടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കൺഗ്രാജുലേഷൻ, യു ഹാവ് അൺലോക്ക്ഡ് SIP EMI ഓഫ് 4,75,000 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 4,75,000 അപ്രൂവ് ആയിട്ടുണ്ട്. ലിമിറ്റഡ് ടൈം ഓഫർ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് 24% എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ലിമിറ്റഡ് ടൈം ഓഫറാണ്, 48 മണിക്കൂർ. അതായത് 2 ദിവസം കൊണ്ട് ഈ ഓഫർ എക്സ്പയർ ചെയ്യും ഇൻട്രസ്റ്റിൻ്റെ. അല്ലെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റ് 35.99% വരുന്നത്. അത് 3% വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 2% എടുക്കാമെന്ന് പറയുന്നുണ്ട്. ലോൺ ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ 24% ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമല്ല. താഴെ നമുക്ക് പവർഡ് ബൈ പൂനെവാലയാണ് എനിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. താഴെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ അക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക്
നമുക്ക് അടുത്ത പേജിലോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ ലോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. സപ്പോസ് നമ്മളിപ്പോൾ ഒരു 4,75,000 എടുക്കുന്നതെങ്കിൽ 4,58,325 രൂപയാണ് അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആവുന്നത്. 16,625 രൂപ പ്രോസസ്സിംഗ് ഫീസായിട്ട് പോകും. 36 മാസം ടെന്യൂറാണ് വരുന്നത്. പ്രീ EMI ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ലെൻഡർ പൂനെവാലയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 24%. അതേപോലെ തന്നെ APR റെഡ്യൂസിംഗ് റേറ്റിലാണ് വരുന്നത് 26.68%. എമൗണ്ട് പെർ EMI വരുന്നത് 18,635 രൂപയാണ്. EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജൂലൈ 25 തീയതി അപ്ലൈ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 5 തീയതി ഫസ്റ്റ് EMI വരുന്നത്. എൻഡ് ഡേറ്റ് ഓഗസ്റ്റ് 5, 2028 ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 1,95,860 രൂപയാണ്. ക്യാൻസലേഷൻ ചെയ്യാനായിട്ട് പറ്റും. ബൗൺസ് ചാർജ് 590 രൂപ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് കൊടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് പറയും. അഡ്രസ്സ് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ ഓട്ടോ പേ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്ത ബാങ്ക് വെരിഫൈ ചെയ്തുകൊണ്ട് ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ സ്റ്റെപ്പ് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ആ എഗ്രിമെൻ്റ് അകത്ത് നമ്മുടെ ലോൺ എമൗണ്ട്, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട്, ഇൻട്രസ്റ്റ്, EMI ഡേറ്റ്സ്, എൻഡ് ഡേറ്റ്, പ്രോസസ്സിംഗ് ഫീസ്, അതുപോലുള്ള EMI ഡേറ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കും. അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലിട്ട് ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിലായിരുന്നു നേരത്തെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു മാക്സിമം 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് മൊബിക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോൺ എടുക്കുന്നത്. എനിക്ക് എമൗണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. തിരിച്ച് റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. RBI അപ്രൂവ്ഡ് NBFC വഴി തന്നെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടയ്ക്കാൻ പറ്റുന്നവർ മാത്രം ഇത്തരം ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഓർഡറിൽ ഇങ്ങനെ പറയാറില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്ത സംശയമാണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ തരത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.